ഈ വർഷം സെപ്റ്റംബറിൽ ഐഫോണിന്റെ പുതിയ സീരീസ് ആയ ഐഫോൺ 15 പുറത്തിറങ്ങാനിരിക്കെ ഐഫോൺ 16നെ കുറിച്ച് സ്ഥിരീകരിക്കാത്ത ചില സൂചനകൾ ലഭിക്കുന്നു. മറ്റ് സീരീസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഐഫോൺ 16ന്റെ ക്യാമറയിൽ അടിമുടി മാറ്റം പ്രതീക്ഷിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ ഇൻഡസ്ട്രി അനലിസ്റ്റ് മിങ് ചിങ് കുവോ ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഐഫോൺ 15 സീരീസിന് ചില നിർമ്മാണ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആശങ്കപ്പെടുത്തിയിരുന്നു. ആയതിനാൽ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ പുതിയ ഫോണിന്റെ ലോഞ്ച് നടക്കുമോ, ഡിമാൻഡിനനുസരിച്ച് വിതരണം നടക്കുമോ എന്നെല്ലാം ആശങ്കയിലാണ് കമ്പനി. ഈ പ്രശ്നം ഐഫോൺ 16 സീരീസിന് വരാതെ ഇരിക്കാൻ ആപ്പിൾ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഐഫോൺ 16 സീരീസിന് വേണ്ടി ഉയർന്ന നിലവാരമുള്ള CIS സ്വന്തമാക്കാൻ സോണിയെയാണ് ആപ്പിൾ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ മിക്ക ഓർഡറുകളും സമയത്തിന് മുമ്പേ സുരക്ഷിതമാക്കാൻ ആപ്പിളിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്യാമറ ഫീച്ചറിൽ സോണിയുമായുള്ള ആപ്പിളിന്റെ സഹകരണം കണ്ട് കമ്പനികൾക്കും ഗുണം ചെയ്യാമെന്നാണ് മിങ് ചിങ് കുവോ പറയുന്നത്. ഇത് ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിൽ നിന്ന് ഉയർന്ന നിലവാരമുള്ള CIS-നായി കൂടുതൽ ഓർഡറുകൾ നേടുമെന്നും ഇദ്ദേഹം പറയുന്നു. ഐഫോൺ 16 പ്രോ മാക്സിലെ വൈഡ് ആംഗിൾ ക്യാമറ 48 MB ആയിരിക്കുമെന്നാണ് ഇദ്ദേഹം പ്രവചിക്കുന്നത്. മാത്രമല്ല ഇതിൽ ടെലിഫോട്ടോ, അൾട്രാ വൈഡ് ക്യാമറ ലെൻസുകളും ഉണ്ടായിരിക്കുന്നതാണ്. 2 ഗ്ലാസ് ഘടകങ്ങളും 6 പ്ലാസ്റ്റിക് ഘടകങ്ങളും അടങ്ങിയ 8 ഭാഗങ്ങളുള്ള ഹൈബ്രിഡ് ലെൻസ് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐഫോൺ 16 പ്രോയിൽ പെരിസ്കോപ്പ്, ടെലിഫോട്ടോ ലെൻസുകളും ഉണ്ടായിരിക്കും. നേരത്തെ ഐഫോൺ 15 സീരീസിനെ കുറിച്ചും കുവോ ചില പ്രവചനങ്ങൾ നടത്തിയിരുന്നു. ഐഫോൺ 15, ഐഫോൺ 15 പ്ലസ് മോഡലുകളിൽ 48 MB പിൻ ക്യാമറ ലെൻസും കൂടുതൽ വെളിച്ചം പിടിച്ചെടുക്കാൻ കഴിയുന്ന സ്റ്റാക്ക് ചെയ്ത CMOS ഇമേജ് സെൻസർ ഡിസൈനും ഉണ്ടായിരിക്കും എന്നാണ് ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല മുൻ മോഡലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 15 സീരീസിന് ആപ്പിൾ പ്രതീക്ഷിക്കുന്ന ഡിമാൻഡ് ലഭിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. ആഗോള സ്മാർട്ട് ഫോൺ വിപണി കഴിഞ്ഞ ഏതാനും പാദങ്ങളായി ഇടിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ മന്ദതയിൽ നിന്ന് ആപ്പിളിന്റെ പുതിയ ഫോണിന് കരകയറാൻ സാധിക്കില്ല എന്നാണ് കുവോ പ്രവചിക്കുന്നത്. മുൻഗാമിയേക്കാൾ വില അധികം നൽകേണ്ടി വരുന്നതും ഫോണിന്റെ ഡിമാൻഡിനെ ബാധിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു. അതേസമയം ഐഫോൺ 15 സീരീസ് സെപ്റ്റംബർ 13 ബുധനാഴ്ച ലോഞ്ച് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണയായി തിങ്കളല്ല എങ്കിൽ ചൊവ്വ ദിവസമാണ് ലോഞ്ചിങ്ങിനായിട്ട് ആപ്പിൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇത്തവണ ബുധനാഴ്ച എന്നത് പുതിയ അനുഭവം തരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഐഫോൺ 15, ഐഫോൺ 15 പ്ലസ്, ഐഫോൺ 15 പ്രോ, ഐഫോൺ 15 പ്രോ മാക്സ് എന്നീ മോഡലുകളാണ് പുതിയ സീരീസിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പഴയ മോഡലുകളെ അപേക്ഷിച്ച് ധാരാളം അപ്ഡേറ്റുകൾ പുതിയ മോഡലിന് ഉണ്ടായേക്കാം എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത്. സീരീസിലെ എല്ലാ മോഡലുകൾക്കും ഡൈനാമിക് ഐലൻഡ് സവിശേഷത ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബയോണിക് A17 ചിപ്സെറ്റുകൾ ഐഫോൺ 15 പ്ലസ്, ഐഫോൺ 15 പ്രോ, പ്രോ മാക്സ് എന്നീ മോഡലുകളിൽ ഇടം പിടിച്ചേക്കാമെന്നും സൂചനകളുണ്ട്. മാത്രമല്ല ബാറ്ററിയുടെ കാര്യത്തിലും മാറ്റം ഉണ്ടായേക്കാം. എന്നാൽ ഫോണിന്റെ വില ചിലപ്പോൾ ഡിമാൻഡിന് വെല്ലുവിളി ആയേക്കാം. ഐഫോൺ 15ന്റെ പ്രാരംഭ വില $799 ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം 65,700 രൂപയാകും ഇത്. 15 പ്രോയ്ക്ക് $1,099 ആണ് പ്രവചിക്കുന്നത്. അതായത് ഏകദേശം 90,100 രൂപ. 15 പ്രോ മാക്സിന് ഇന്ത്യയിൽ 1 ലക്ഷത്തിലും അധികം രൂപ നൽകേണ്ടി വരും. ഇത് നികുതി കൂട്ടാതെയുള്ള വിലയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ നികുതി കൂടിയാകുമ്പോൾ ഫോണിന് ഇതിലും വില വർദ്ധിക്കുമെന്നത് ഒരു ഭീഷണി തന്നെയാണ്.